ഇന്ന് നടന്ന +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിന്ന് ആൻസർ കീ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എക്സാം എഴുതിയവർക്കും അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്നവർക്കും ഈ ഒരു അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നോക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാർക്കറ്റ് സ്റ്റാൻഡിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇന്നോവേഷൻ, ഇതൊക്കെ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ് അല്ലേ. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ബിസിനസ് റിസ്ക് ആണ്. ദെൻ ഐഡൻറ്റിഫൈ ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഫ്രം ഗിവൺ ബിലോ വെയർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് വെൽഫെയർ ഈസ് ദി ബേസിക് വാല്യൂ. അപ്പോൾ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരമുള്ള സഹായം, അംഗങ്ങളുടെ വെൽഫെയർ, ഇതൊക്കെ വരുന്ന ഇതിനകത്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് അല്ലേ. അപ്പോൾ ആൻസർ കോപ്പറേറ്റീവ് സൊസൈറ്റി. എക്സ്പാൻഡ് PPP എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിനാണ് നമ്മൾ PPP എന്ന് പറയുന്നത് അല്ലേ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ നേച്ചർ ഓഫ് സർവീസ്. സർവീസിൻ്റെ നേച്ചർ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻടാഞ്ചിബിലിറ്റി, ഇൻകൺസിസ്റ്റൻസി, ഇൻസെപ്പറബിലിറ്റി, ഇതെല്ലാം സർവീസിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് ഇന്നോവേറ്റീവ് ആണല്ലേ. ഇന്നോവേറ്റീവ് എന്നുള്ളതാണ് സർവീസിൻ്റെ ഫീച്ചർ അല്ലാത്തത്. ദെൻ മിസ്റ്റർ ബാബു സെൽ ഹിസ് കാർ ടു മിസ്റ്റർ സുഗു ത്രൂ OLX. ഒരാൾ മറ്റൊരാൾക്ക് OLX വഴി അയാളുടെ കാർ വിൽക്കുന്നു അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോവിങ് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ദിസ്. ഏത് ടൈപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണ് ഈ ബിസിനസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കൺസ്യൂമർ, അതായത് കാറിൻ്റെ ഒരു ഉപഭോക്താവ് മറ്റൊരു ആൾക്ക്, കാർ വാങ്ങിക്കാനായിരിക്കുന്ന ആൾക്ക് അയാൾ ഗുഡ്സും മറിച്ച് വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് C2C ആണല്ലേ. അത് കൺസ്യൂമർ ടു കൺസ്യൂമർ കാറ്റഗറിയിലാണത് വരുന്നത്. എ ബിസിനസ് ഓർഗനൈസേഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് എ ഫ്ലഡ് അഫക്റ്റഡ് പീപ്പിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് റെസ്പോൺസിബിലിറ്റി. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്, വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കുന്നു. അത് ഏത് ടൈപ്പ് റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്കണോമിക് അല്ല, ലീഗൽ അല്ല, നിയമപരമായിട്ടുള്ള സാധ്യതകളില്ല, എത്തിക്കലാണെന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഡിസ്ക്രിഷണറി എന്നുള്ളതാണ്. അതായത് അവർക്ക് ക്യാഷ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഡിസ്ക്രിഷനിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ വിവേചന അധികാരത്തിൽ പെടുന്നതാണ്. അവർക്ക് ക്യാഷ് കൊടുക്കുകയോ കൊടുക്കാണ്ടിരിക്കുകയോ ചെയ്യുക അല്ലേ. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ബൈ. പ്രോസ്പെക്ടസ് നിർബന്ധമായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത് ഏത് ടൈപ്പ് കമ്പനിയാണ്? പബ്ലിക് കമ്പനിയാണ് അല്ലേ. ദെൻ കംപ്ലീറ്റ് ദ സീരീസ് ആസ് പെർ ഹിൻഡ് ഗിവൺ. ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഷെയറിന്മേൽ കിട്ടുന്ന എന്താണ്? ഡിവിഡൻ്റ് ആണല്ലേ. അപ്പോൾ ഡിവിഡൻ്റ് നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ദെൻ ദോസ് റീറ്റെയിലേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്, ഒരു പ്ലേസ് ഇല്ലാതെ അത്തരത്തിലുള്ള ബിസിനസ്സിന് പറയുന്ന പേര്, അത്തരത്തിലുള്ള റീറ്റെയിലേഴ്സിന് പറയുന്ന പേരെന്താണ്? ഐറ്റിനറിൻ്റെ ട്രേഡേഴ്സ് അല്ലേ, ഹാക്കേഴ്സ്, പെഡ്ലേഴ്സ്. അപ്പോൾ അതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് അല്ലേ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് യൂസ്ഡ് ഇൻ ഇമ്പോർട്ട് അല്ലേ. ഇമ്പോർട്ടിൽ, അതായത് ഇറക്കുമതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എൻട്രി ആണല്ലേ, ബിൽ ഓഫ് എൻട്രി. ദെൻ ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻ നോക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇൻസേർട്ട് ദ ഫോളോവിങ് ഇൻഡസ്ട്രീസ് ഇൻറ്റു അപ്രോപ്രിയേറ്റ് കോളംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എവിടെ എഴുതണം? ടെർഷ്യറി ഇൻഡസ്ട്രീസിൽ എഴുതണം അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ടെർഷ്യറി ഇൻഡസ്ട്രീസിൽ എഴുതണം. ഷുഗർ എന്ന് പറയുന്നത് അതെവിടെയാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ എഴുതണം അല്ലേ. ഫിഷ് കാച്ചറി, ഹണ്ടിങ്, അപ്പോൾ അതൊക്കെ എവിടെയാണ് എഴുതുക നമ്മൾ? ഹണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. ഫിഷ് കാച്ചറി എന്താണ്? ജനറ്റിക് ഇൻഡസ്ട്രിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ഇനി 2 എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ഏതെങ്കിലും 2 എലമെൻറ്റ്സുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്: ദ ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, പബ്ലിക്കേഷൻ ഓഫ് കോഡ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കംപ്ലയിൻസ് മെക്കാനിസം, ഇൻവോൾവിംഗ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്, മെഷറിംഗ് റിസൾട്ട്. ഇതൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ എലമെൻറ്റ്സുകൾ അല്ലേ. അതിലേതെങ്കിലും 2 എഴുതേണ്ടതാണ്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 4 ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. പ്രൊമോട്ടറുടെ ഫങ്ഷൻസ്: ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഫീസിബിലിറ്റി സ്റ്റഡീസ്, നെയിം അപ്രൂവൽ, ഫിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നേച്ചറീസ്, അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്, പ്രിപ്പയറിംഗ് നെസസറി ഡോക്യുമെൻറ്റ്. അതിലേതെങ്കിലും 2 പോയിൻറ്റ് എഴുതിയാൽ മതിയാവും അല്ലേ. ഇതിനടുത്തത് വാട്ട് ആർ ദി പ്രിഫറൻസ് ഗിവൺ ടു എ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഏത് ടൈപ്പ് മുൻഗണനയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിലും ക്യാപിറ്റൽ കിട്ടുന്ന കാര്യത്തിലും അല്ലേ. ക്യാപിറ്റൽ, കമ്പനി ഡിസൊല്യൂഷൻ നടക്കുകയാണെങ്കിൽ കമ്പനി അടച്ചുപൂട്ടുമ്പോൾ ക്യാപിറ്റൽ തിരികെ കിട്ടുന്ന കാര്യത്തിലും ഒപ്പം തന്നെ ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മുൻഗണനയുണ്ടല്ലേ. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ദെൻ പോയിൻ്റ് ഔട്ട് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഏതെങ്കിലും 4 ക്യാരക്ടേഴ്സ് എഴുതുക. സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ്, ലോഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ്, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഓർഗനൈസേഴ്സ്, പ്രൊഡക്ഷൻ, റിസ്ക് ടേക്കിങ്. അതിലേതെങ്കിലും 4 എഴുതാവുന്നതാണ്. Then name the modes of an organization entering into international business. ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിങ്ങിലൂടെ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാം, കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ്ങിലൂടെ ചെയ്യാം, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ഇതെല്ലാം ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മോഡുകളാണ്.
ദെൻ അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഇൻ 1 സെൻറ്റൻസ്. പാർട്ണർഷിപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോർമേഷൻ എങ്ങനെയാണ്, ലൈബിലിറ്റി എങ്ങനെയാണ്, കണ്ടിന്യൂറ്റി എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഫോർമേഷൻ അതായത് പാർട്ണർഷിപ്പ് രൂപം കൊള്ളുന്നത് ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസ് ചെയ്താണല്ലേ. അത് റിട്ടേൺ ആകാം, ഓറൽ ആകാം. അത് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും അല്ലേ. ദെൻ ലൈബിലിറ്റി, പാർട്ണേഴ്സിനെ സംബന്ധിച്ചുള്ള ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണല്ലേ, അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. ഫോർമേഷനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എഗ്രിമെൻറ്റ്, ലൈബിലിറ്റിയെ സംബന്ധിച്ച് അത് അൺലിമിറ്റഡ് ആണ്, കണ്ടിന്യൂറ്റിയെ സംബന്ധിച്ച് ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി അല്ലേ, കണ്ടിന്യൂറ്റി കുറവാണ് അല്ലേ. അതായത് പാർട്ണേഴ്സ് മരിച്ചു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് അവസാനിക്കും അല്ലേ. ഇറ്റ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമ്മൾ കമ്പനികളെ സംബന്ധിച്ച് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ ആണെങ്കിൽ കമ്പനി തുടർന്നുകൊണ്ടിരിക്കും, പെർപെച്വൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സക്സഷൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കുണ്ട്, പാർട്ണർഷിപ്പിന് അതില്ല അല്ലേ. ഇപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഫീച്ചറായിട്ട് എഴുതാം. ദെൻ ഇന്ത്യൻ റെയിൽവേസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഫോം ഓഫ് എൻ്റർപ്രൈസ്. ഐഡൻറ്റിഫൈ ഇറ്റ് ആൻഡ് റൈറ്റ് 2 ഫീച്ചേഴ്സ് അല്ലേ. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിന് എക്സാമ്പിളാണ് അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. ഫണ്ടിങ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് അലോക്കേഷൻ വഴിയാണ്, അത് ഓഡിറ്റിൻ കൺട്രോൾ വിധേയമാണ്, സബ്ജക്റ്റ് ടു ഗവൺമെൻറ് ഓഡിറ്റിന് വിധേയമാണ്. എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗവൺമെൻറ് സെർവൻറ്റ് തന്നെയാണ്. ദർ സബ്ജക്റ്റ് ടു ഡയറക്റ്റ് കൺട്രോൾ ബൈ ദ കൺസേൺ മിനിസ്ട്രി. ഏതെങ്കിലും ഒരു മന്ത്രാലയത്തിന് കീഴിലായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങും, അവരുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും, ആ മിനിസ്ട്രിയോട് അവർ അക്കൗണ്ടബിൾ ആയിരിക്കും അല്ലേ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. മെൻഷൻ എനി 3 സ്റ്റെപ്സ് ഇൻ ദി ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് ഓഫ് എ കമ്പനീസ് ഫോർമേഷൻ. ഒരു കമ്പനിയുടെ രൂപീകരണത്തിൻ്റെ ആ ഒരു വേളയിൽ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ, ഷെയർ ഇഷ്യൂക്കായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സെബിയുടെ അപ്രൂവൽ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണം. ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് നമ്മൾ ഫയൽ ചെയ്യണം, രജിസ്ട്രാർക്കും മറ്റും. അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ്, ഇത്തരം ആളുകളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യണം. മിനിമം സബ്സ്ക്രിപ്ഷൻ അത് നമ്മൾ ഉറപ്പുവരുത്തണം. ആപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കണം. ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തണം അല്ലേ. ഇതൊക്കെയാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSME അല്ലേ. MSMEയുടെ 3 പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സിൻ്റെ 3 പ്രോബ്ലംസ് എഴുതാനാണ്. ഫൈനാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, മാനേജർ സ്കില്ല് കുറവാണ്, മാർക്കറ്റിങ്ങിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് അവർക്ക് നിർമ്മിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാക്സിമം നടത്താൻ വേണ്ടി സാധിക്കില്ല, ഗ്ലോബൽ ലെവലിൽ തന്നെ ആഗോളതലത്തിലുള്ള കമ്പനികളുമായിട്ട് മത്സരിക്കേണ്ടി വരും, ഗ്ലോബൽ കോമ്പറ്റീഷൻ വിഷയമുണ്ട്. ഇനി 3 നമ്മൾ എഴുതിയാൽ മതി അല്ലേ. ഇനി അടുത്തത് നോക്കുക, എക്സ്പോർട്ട് പ്രൊസീജിയറിൽ 6 സ്റ്റെപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റെസിപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ, receipt of orders or intent, assessing importers creditworthiness and securing a guarantee for payment, obtaining export license, obtaining pre-shipment finance, production or procurement of goods അല്ലേ. ഈ 6 സ്റ്റെപ്പുകൾ എക്സ്പോർട്ടിൻ്റെ പ്രൊസീജിയറിൽ നമുക്ക് എഴുതാം. Then what is retained earnings? Any 2 merits of it's a source of finance അല്ലേ. റീറ്റെയിൻ ഏണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ലാഭത്തിൻ്റെ ഒരു വീതം നമ്മൾ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നതിനാണ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ സോഴ്സിനേക്കാളും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്റ്റേണൽ സോഴ്സ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനേക്കാളും നല്ലത് റീറ്റെയിൻ ഏണിങ്സ് ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വയ്ക്കുന്നതാണ്. നോ ഡിവിഡൻഡ് ഈസ് ടു ബി പെയ്ഡ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്ന പോലെ റീറ്റെയിൻ ഏണിങ്സ് ആണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നോ കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, അത്തരത്തിലുള്ള ചിലവുകളൊന്നുമില്ല. നോ ഷെയറിംഗ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൺട്രോൾ നഷ്ടപ്പെടുന്നില്ല. അതായത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവരിലേക്ക് കമ്പനിയുടെ നിയന്ത്രണ അധികാരം വിട്ടുപോകുന്നല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. സെക്യൂരിറ്റി ആവശ്യമില്ല. ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഇത് അനുയോജ്യമാണ്. അത്ര ഏതെങ്കിലും 2 പോയിന്റുകൾ നമുക്ക് എഴുതാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. ലിസ്റ്റ് ഔട്ട് 4 മെറിറ്റ്സ് ആൻഡ് 4 ഡിമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ മെറിറ്റുകൾ എഴുതാം. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ അല്ലേ, ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കണം. ഡയറക്റ്റ് ഇൻസെൻറ്റീവ്സ്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ലിമിറ്റേഷനായിട്ട് ലിമിറ്റഡ് റിസോഴ്സ്, ലിമിറ്റഡ് ലൈഫ്, അൺലിമിറ്റഡ് ലൈബിലിറ്റി, ലിമിറ്റഡ് മാനേജർ ലൈബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളും കാണിക്കാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് ഗ്ലോബൽ എൻ്റർപ്രൈസ്? പോയിൻ്റ് ഔട്ട് 6 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്താണ്, അതിൻ്റെ 6 ഫീച്ചേഴ്സ് എഴുതാനാണ്. മൾട്ടിനാഷണൽ കമ്പനിയാണ് അല്ലേ. ക്യാരിങ് ഓൺ ബിസിനസ് ഇൻ 2 or more കൺട്രീസ്. 2 അതിലധികമോ രാജ്യങ്ങൾ ബിസിനസ് നടത്തുന്ന കമ്പനികളെയാണ് മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഹ്യൂജ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. ഫോറിൻ കമ്പനികളുമായിട്ടും ഫോറിൻ രാജ്യങ്ങളുമായിട്ടും കൊളാബറേഷൻ ഉണ്ടായിരിക്കും. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടാവും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നല്ലതായിരിക്കും. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി, ഒരു രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ പല രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് അത് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. പ്രൊഡക്റ്റിൽ ഇന്നോവേറ്റീവായുള്ള പ്രൊഡക്റ്റായി ഉപയോഗിക്കുന്നത്. സെൻട്രലൈസ്ഡ് കൺട്രോൾ, ഹെഡ് ഓഫീസിൽ നിന്നുള്ള കൺട്രോൾ എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടാകും. തുടങ്ങിയതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ.
ദെൻ കൊമേഴ്സ്യൽ ബാങ്ക്സ് പെർഫോം എ വെറൈറ്റി ഓഫ് ഫംഗ്ഷൻസ് അല്ലേ. കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം ഓരോ പോയിന്റും. ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, ലെൻഡിങ് ഓഫ് ഫണ്ട്, ചെക്ക് ഫെസിലിറ്റി, റെമിറ്റൻസ് ഓഫ് ഫണ്ട്, അലീഡ് സർവീസുകൾ അല്ലേ. ഇതെല്ലാം നമ്മൾ എഴുതിയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതാണ്. ദെൻ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റൻ ആയിരുന്നു ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് അല്ലേ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ടാണ് ട്രേഡ് ക്രെഡിറ്റ് ഉണ്ടാവുക. ഫാക്ടറിംഗ് എന്ന് വെച്ചാൽ കമ്മീഷൻ ഉണ്ടാവും, ഫാക്ടറിംഗ് കമ്മീഷൻ ഉണ്ടാവും. ലീസിംഗ് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. കൊമേഴ്സ്യൽ പേപ്പർ എന്ന് വെച്ചാൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ, അൺസെക്യൂർഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് അത് മാച്ച് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ നോക്കുക ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി ഷോപ്പുകൾ, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ്, ഒപ്പം തന്നെ സെക്കൻഡ് ഹാൻഡ് ഷോപ്സ് അല്ലേ. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ സുരേഷ് ഇസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ് അല്ലേ. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. 4 ഫീച്ചേഴ്സ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ട്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ട്. റെഗുലർ ഡീലിംഗ്സ്, ഏണിംഗ്സ് പ്രോഫിറ്റ്, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, എലമെൻറ്റ് ഓഫ് റിസ്ക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഓഫ് ഫോർമേഷൻ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഫോം ചെയ്യാം. വളരെ കൺവീനിയൻ്റ് ആണ്, 24 hours വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്പീഡ് കൂടുതലായിരിക്കും. ഗ്ലോബൽ ലെവലിൽ തന്നെ റീച്ച് കിട്ടും. മൂവ്മെൻറ്റ് ടുവേർഡ്സ് പേപ്പർലെസ് സൊസൈറ്റി. പേപ്പർലെസ് ആയിട്ട് ഈ ബിസിനസ് ആകുമ്പോൾ വളരെ കുറച്ച് പേപ്പേഴ്സ് മാത്രം ഉപയോഗിക്കുന്നു, എല്ലാം തന്നെ ഡിജിറ്റലായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് യു മീൻ ബൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. റൈറ്റ് 1 റെസ്പോൺസിബിലിറ്റി ടു ദ ഫോളോവിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? താഴെ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഉള്ള ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരെണ്ണമെങ്കിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് എഴുതണം. ഇറ്റ് മീൻസ് ഒബ്ലിഗേഷൻസ് ഓഫ് ബിസിനസ് മാൻ വിച്ച് ആർ ഡിസൈറബിൾ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് സൊസൈറ്റിയോടുള്ള ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ ഡിഫറൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഓണേഴ്സിനോടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വർക്കേഴ്സിനോടുള്ള ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഫെയർ വേജസ്, നല്ല ന്യായമായിട്ടുള്ള വേതനം കൊടുക്കുക എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സിനോടുള്ളത് റീസണബിൾ പ്രൈസിൽ പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനുള്ളത് പ്രോപ്പറായിട്ട് ടാക്സ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതുപോലുള്ള ഏതെങ്കിലും കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെഴുതാം. Then differentiate memorandum association from articles of association on the following cases. Memorandum association articles of association താഴെ പറയുന്നതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ മെമ്മോറാണ്ടത്തിലാണ് പറയുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് അല്ലേ. ഓൺ ദി ഒബ്ജക്റ്റീവ്സ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ്, ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഈ കമ്പനി ഫോം ചെയ്യുന്നതെന്നുള്ളത് കമ്പനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയും. ആർട്ടിക്കിൾസിൽ പറയുന്ന റൂൾസ് ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻ്റ് ആണല്ലേ. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി ആർ ടു ബി അച്ചീവ്ഡ്. എങ്ങനെയാണ് ഈ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് റൂൾസ് എന്താണെന്നുള്ളതാണ് ആർട്ടിക്കിൾസിൽ പറയുന്നത്. പൊസിഷൻ പറയുന്നത് മെമ്മോറാണ്ടം അസോസിയേഷനാണ് മെയിൻ ഡോക്യുമെൻറ്റ്. ഈ സബ്സിഡറി ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒരു സബ്സിഡറി സബ്ബായിട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെമ്മോറാണ്ടത്തിൽ പറയുന്നതെങ്കിൽ കമ്പനിയും കമ്പനിയിലെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്നത്. വാലിഡിറ്റി എന്ന് പറയുന്നത് ആക്ട്സ് ബിയോണ്ട് ദ മെമ്മോറാണ്ടം അസോസിയേഷൻ ആർ ഇൻവാലിഡ്. മെമ്മോറാണ്ടം അസോസിയേഷനിൽ അതിനെ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻവാലിഡ് ആണ്, നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. ആക്ട്സ് വിച്ച് ആർ ബിയോണ്ട് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ക്യാൻ ബി റാറ്റിഫൈഡ് ബൈ ദ മെമ്പേഴ്സ് വിതൗട്ട് വയലേറ്റിംഗ് മെമ്മോറാണ്ടം അസോസിയേഷൻ. ആർട്ടിക്കിൾസിൽ പറയാത്തൊരു കാര്യം ചെയ്താലും അത് വേണമെങ്കിൽ മെമ്പേഴ്സിൻ്റെ യോഗം കൂടി അത് റാറ്റിഫൈ ചെയ്യാവുന്നതാണ്, അത് നമുക്ക് അപ്രൂവൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് മെമ്മോറാണ്ടം അസോസിയേഷൻ്റെ കാര്യങ്ങൾക്ക് വിരുദ്ധമാകരുത് എന്നുള്ളൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ദ നെസസിറ്റി എവറി കമ്പനി ഹാസ് ടു ഫയൽ എ മെമ്മോറാണ്ടം അസോസിയേഷൻ. എല്ലാ കമ്പനികളും മെമ്മോറാണ്ടം അസോസിയേഷൻ അത് ഫയൽ ചെയ്യണം. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ കമ്പനീസ് ആക്ടിലെ മോഡൽ ആർട്ടിക്കിൾസ് അല്ലേ, മോഡൽ ആർട്ടിക്കിൾ എ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ടേബിൾ എഫ് അല്ലേ. ബട്ട് ഇറ്റ് ക്യാൻ അഡോപ്റ്റ് ടേബിൾ എഫ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ടേബിൾ എഫ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി 8 മാർക്കിൻ്റെ ക്വസ്റ്റിനേക്കാണ്. വാട്ട് ആർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, എക്സ്പ്ലെയിൻ എനി 7 ഫീച്ചേഴ്സ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്? കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഫോർമേഷൻ, പെർപെച്വൽ സക്സഷൻ, കൺട്രോൾ, ലൈബിലിറ്റി, കോമൺ സീൽ. ഇത് പോലുള്ള ഏതെങ്കിലും 4 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സർവീസ് ദാറ്റ് റിമൂവ്സ് എ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ഇൻ ബിസിനസ്.
ബിസിനസ്സിലെ റിസ്ക് കുറയ്ക്കുന്ന ഹിൻഡ്രൻസ് ആ ഒരു തടസ്സം മാറ്റുന്ന സർവീസ് ഏതാണ്? ഇൻഷുറൻസ് ആണല്ലേ. അതിൻ്റെ 7 പ്രിൻസിപ്പിൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ 31ാമത്തെ ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ മലയാളത്തിൽ അതിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്രിൻസിപ്പിൾസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ സവിശേഷതകൾ എന്നാണ് മലയാളത്തിൽ വരുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സ്, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പളിന് പകരം ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി, അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എഴുതിയവർക്ക് മാർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആൻസർ കീ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ആളുകളും പ്രിൻസിപ്പൾ എഴുതാൻ സാധ്യത, പക്ഷേ ഫീച്ചേഴ്സ് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുള്ളവർക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇൻഷുറൻസ്, അതിനെക്കുറിച്ച് അതിൻ്റെ എന്താണെന്നും അപ്പോൾ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസും അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെംനിറ്റി, കോസ് അപ്രോക്സിമ, സബ്രോഗേഷൻ, കോൺട്രിബ്യൂഷൻ തുടങ്ങിയുള്ള പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അല്ലേ. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ. ആബ്സെൻസ് ഓഫ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ്. അപ്പോൾ ഏത് ലാർജ് സ്കെയിൽ റീറ്റെയിലിങ്ങിലാണ് ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ പറയുന്നത് അല്ലേ? അത് സൂപ്പർ മാർക്കറ്റിലാണല്ലേ. അതിൻ്റെ 4 മെറിറ്റും 3 ഡിമെറിറ്റുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ ബസാർ. അതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ 1 റൂഫ് ആൻഡ് ലോ കോസ്റ്റ്, സെൻട്രൽ ലൊക്കേഷൻ, വൈഡ് സെലക്ഷൻ, നോ ബാഡ് ഡെപ്റ്റ്, ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ തുടങ്ങിയ അതെല്ലാം ഒന്നിൻ്റെ എക്സ്പ്ലനേഷൻ വേണം അല്ലേ. ദെൻ ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് നോ ക്രെഡിറ്റ്, ഒപ്പം തന്നെ കടമായിട്ടുണ്ടായിരിക്കില്ല. നോ പേഴ്സണൽ അറ്റൻഷൻ, എല്ലാ ആളുകൾക്കും പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്നില്ല, കാരണം സെയിൽസ്മാൻ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല, നമ്മൾ തന്നെ സാധനങ്ങൾ സ്വയം തിരഞ്ഞെടുക്കണം. മിസ്ഹാൻഡ്ലിംഗ് ഓഫ് ഗുഡ്സ്, കൺസ്യൂമേഴ്സ് വേണമെങ്കിൽ ഗുഡ്സ് തെറ്റായിട്ട് രീതിയിൽ അത് കൈകാര്യം ചെയ്തേക്കാം. ഹൈ ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ടായേക്കാം. ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡിമെറിറ്റ്സുമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൂടി എഴുതേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു ആൻസർ കീയിൽ വരിക. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പരമാവധി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.